വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ സ്വന്തം ഫസിനോ 125 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ച സമയത്തുള്ളൊരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ചാനലിലെ വീഡിയോ കണ്ടവർക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ച ഒരു റിവ്യൂ ആയിരുന്നു. അത് വാഗമണ്ണ് സൈഡിലേക്ക് ഞാനൊരു ട്രാവലൊക്കെ നടത്തിയ ഒരു റിവ്യൂ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടി തന്നെ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ സജീവമാകാനൊന്നും പറ്റിയില്ല. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. കാരണം പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയി കഴിഞ്ഞപ്പം ജോലിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലോട്ട് വന്നപ്പോൾ ഞാനൊരു ജോലി കയറി. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടും വണ്ടി റിവ്യൂ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല, തിരക്കും കാര്യങ്ങളൊക്കെ കാരണം. ഇടയ്ക്കും ഓരോ 1-2 വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് ഇട്ടിട്ട് ഞാൻ വീണ്ടും വന്നു എന്ന് അങ്ങനെ ഒരു 2-3 തവണ പറഞ്ഞല്ലാണ്ട് എനിക്കിതിലങ്ങ് എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് അങ്ങ് നിന്ന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ കാര്യം ഇങ്ങനെ ഓർത്തത്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് മൈലേജ് ടെസ്റ്റ് കാണിക്കുന്ന വീഡിയോ ഒന്നുമല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അതായത് എൻ്റെ വണ്ടിയാണ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചപ്പോൾ പലരും എന്നെ കളിയാക്കി ഉണ്ടായി. ഇതിൻ്റെ ചന്തി താറാവിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്, അരയന്നം പോലെ ഇരിക്കുന്ന വണ്ടിയാണ്, ഇത് പെണ്ണുങ്ങളുടെ വണ്ടിയാണ്, ഇതെന്തിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് എങ്ങനെയാണ് നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കൺസേൺ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ലോണൊന്നും പാസ്സാകത്തില്ലായിരുന്നു. എനിക്കൊരു സ്കൂട്ടർ മതിയായിരുന്നു. ബൈക്ക് വേണ്ട, ഒരു സ്കൂട്ടർ മതിയായിരുന്നു. കാരണം എനിക്ക് സിറ്റിയിലേക്ക് ഓടിച്ചു പോകാനും ഇടയ്ക്ക് മറ്റേ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ പോകാൻ വേണ്ടി ഗിയർ ഇല്ലാത്തതും അത്യാവശ്യം മൈലേജ് ഉള്ളതുമായ ഒരു സ്കൂട്ടർ വേണം. എന്നാൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിലും കുറഞ്ഞ മാസടവിലും കിട്ടുകയും ചെയ്യണം. ഇതൊക്കെയായിരുന്നു എൻ്റെ കൺസേൺ. അപ്പോൾ ഇന്ന വണ്ടി വേണം എന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ യമഹയിൽ നിൽക്കുന്ന സുഹൃത്ത് വഴിയാണ് എനിക്ക് ഈ ഒരു വണ്ടി, യമഹ ഷോറൂം ഉള്ള സുഹൃത്ത് വഴിയാണ് എനിക്ക് ഈ ഒരു വണ്ടി സെറ്റായത്. അപ്പോൾ ഏത് കളറാണെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള കളർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിയൊരു വണ്ടിയാണിത്. പക്ഷേ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒന്ന് പശ്ചാത്തപിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ 100% സാറ്റിസ്ഫൈഡ്. ഞാൻ പല ബൈക്കും സ്കൂട്ടറുകളും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ആക്റ്റീവ് ഓടിച്ചിട്ടുണ്ട്, ആക്സസ് ഓടിച്ചിട്ടുണ്ട്, ജുപ്പിറ്റർ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക സ്കൂട്ടേഴ്സും, ചേതക്കിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്, ഏതർ ഓടിച്ചിട്ടുണ്ട്, ഓല ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്കൂട്ടർ ഓടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇതിലേക്ക് ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ ഞാൻ പറയാം. ഈ ഒരു വണ്ടി കൊണ്ട് കഴിഞ്ഞ 1 വർഷം ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. മൂന്നാർ, തമിഴ്നാട്, അങ്ങനെ പോകാവുന്ന എൻ്റെ യാത്രകളെല്ലാം ഒരു വണ്ടിയിലാണ്. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു ബൈക്കിലൊക്കെ ഇരുന്ന് പോകുന്ന പോലെ ഒരു അപ്രൈറ്റ് ആയിട്ടിരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു മടുപ്പില്ല. ഹാൻഡിലാണെങ്കിൽ ആ പിടിക്കുമ്പം എന്താ പറയുക, കൂഞ്ഞിക്കൂടിയിരിക്കുന്ന അങ്ങനത്തെ ഫീലൊന്നുമല്ല. പിന്നെ ഇതിന് ഒരു ഫ്ലോർ ബോർഡിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറവ് വന്നാൽ പോലും എനിക്കങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെ ഒന്നും ഒരു ഫീലേ ഇല്ല. ഓടിക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഒരു മടുപ്പും, ഇത്രയും ലോങ് ഡ്രൈവുകൾ ചെയ്തിട്ട് എനിക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. ആകെ ഉള്ളത് ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ ഒരു വലിയ മടുപ്പ്. ഇനീഷ്യലി അങ്ങനെ ഒരു ചാട്ടോ വാറോ ഉള്ള 125 സ്കൂട്ടറൊന്നുമല്ല, ഓടി കയറത്തുള്ളൂ. 2 പേരൊക്കെ വെച്ച് കയറ്റമൊക്കെ കയറുമ്പോൾ ഒന്ന് നിർത്തിയിട്ടൊക്കെ ഒന്ന് എടുക്കുന്ന സമയത്ത് ചെറിയൊരു മടുപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു അസിസ്റ്റ് ഉള്ളതുകൊണ്ട്, ഇത് ഹൈബ്രിഡാണെന്നറിയാമല്ലോ, ആ അസിസ്റ്റ് സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ചെറിയൊരു കിക്കും കൂടെ കിട്ടും, ഒരു തള്ളു കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അത് എപ്പോഴൊന്നുമില്ല, അത് ഫസ്റ്റ് അങ്ങ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കയറ്റമൊക്കെ കയറുമ്പോൾ ഇനീഷ്യലി എടുക്കുന്ന സമയത്തൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഓട്ടത്തിലൊന്നും ആ സപ്പോർട്ട് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ ആകെ ഒരു തവണ ഇതിൻ്റെ ടയർ മാറിയിട്ടുള്ളൂ. അത് ആ ബാക്കിലെ ടയറാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ടയറൊന്നും മാറേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഫ്രണ്ടിലെ ടയർ മാറാറായി വരുന്നു. ഏറ്റവും കൂടുതൽ മാറിയത് ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡാണ്. റിയറിലെ ബ്രേക്ക് ലൈനർ ഒരു തവണയും കണ്ടാൽ മാറിയിട്ടുള്ളൂ. സർവീസ് എല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓയിലിനൊക്കെ ഏകദേശം ഒരു 650 രൂപയും കണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡിന് 650 രൂപ അടുത്ത് വരുന്നുണ്ട്. ഈ ലാസ്റ്റ് മാറിയ ബ്രേക്ക് പാഡ് ലോക്കലാണ് കേട്ടോ. അതിന് 300 ആയിട്ടുള്ളൂ. കമ്പനിയിലെ സാധനത്തിന് 650 രൂപ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോക്കൽ വാങ്ങിച്ചിട്ടു. അതുകൊണ്ട് കമ്പനി ബ്രേക്ക് പാഡിന് അത്രയും ബൈറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബ്രേക്കിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് മാന്യമായ രീതിയിലുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. സസ്പെൻഷൻ വൈസ് ആണെങ്കിലും ഓടിക്കാനുള്ള സുഖം വെച്ചിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഇതിലൊരു മൊബൈൽ ചാർജർ ഇല്ല, സീറ്റിൻ്റെ അടിയിൽ ഭീകരമായ സ്പേസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രണ്ടിൽ ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള മാറ്റമാണ്. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള സീറ്റ് കവറാണ്. ഇതൊന്നും ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മുതുവെയിലത്താണ് ഈ വണ്ടി വെക്കുന്നത്. അപ്പോൾ ഇത്രയും വെയിലൊക്കെ അടിച്ചിരുന്നിട്ടും വണ്ടി ഇപ്പോഴും കണ്ടാൽ ഒരു ന്യൂ കണ്ടീഷൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം, ഞാൻ ചെയ്യുന്നത് നല്ല ഒരു കാർ ഷാമ്പൂ വാങ്ങിച്ചിട്ട് ആഴ്ചയിൽ ഒന്ന് കഴുകും. അത് ഇന്ന ബ്രാൻഡിൻ്റെ കാർ ഷാമ്പൂ ഒന്നുമില്ല. ഞാൻ ഈ കാറിൻ്റെയൊക്കെ ആക്സസറീസ് കടയിൽ പോയിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാർ ഷാമ്പൂ തരാൻ പറയും. അവർ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡാന്നൊക്കെ പറഞ്ഞൊരു 500-600
രൂപ വരുന്ന ഒരു സാധനം എടുത്ത് തരും. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി കാണും. അത് നമുക്കൊരു 1 മാസം വരെയൊക്കെ വണ്ടി കഴുകാനുള്ളതൊക്കെ കാണും. അപ്പോൾ 1 മാസമൊന്നുമല്ല, അതിൽ കൂടുതൽ കാണും. ഞാൻ കുറച്ച് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന ബ്രാൻഡ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പല ബ്രാൻഡുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് കഴുകും. ആദ്യമൊക്കെ എല്ലാ ദിവസവും കഴുകുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ 1-2 തവണത്തേക്കൊക്കെ മാറി ചുരുങ്ങി, ജോലി തിരക്കൊക്കെ കാരണം. അപ്പോൾ എന്നും കഴുകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാൻ വണ്ടി ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ വാഗമണ്ണ് പോകുന്നൊരു യാത്രയിലാണ്. ഹൈ റേഞ്ച് ഓടി കയറി വന്നിരിക്കുകയാണ്. വണ്ടി ഇപ്പോഴും നല്ല പുലിക്കുട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെ നിന്ന് പറയുന്നേക്കാൾ നല്ലത് കുറച്ചുകൂടെ ഓടിച്ചുകൊണ്ട് പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ മീറ്ററും കൂടെ ഒന്ന് ഓണാക്കി നിങ്ങളെ കാണിക്കാം, വണ്ടി എന്തായാലും ഓടിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ മീറ്ററിൽ കുറച്ച് പശ പോലെയുണ്ട്. ഞാനിതിലൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മഞ്ഞച്ച് വേണ്ടി ഞാൻ പൊളിച്ച് കളഞ്ഞാൽ ഇനി പുതിയ ഒരെണ്ണം ഒട്ടിക്കണം. അതിൻ്റെയാണ് ഈ പശ പോലെ കാണുന്നത്. ഇപ്പോൾ ഓയിൽ മാറാറായിട്ടുണ്ട്. ഇതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ആവറേജ് മൈലേജ് കാണിക്കുന്നത് 55 കിലോമീറ്ററാണ്. ഈ കുന്നും മലയൊക്കെ കയറി വന്നപ്പോൾ ഈ വണ്ടി സമയം 5 മണിയായി. ഓടിയ കിലോമീറ്റർ 31,948 കിലോമീറ്ററുകളാണ് ഞാൻ ഈ ഒരു വണ്ടി 1 വർഷം കൊണ്ട് ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ ഓടാൻ പോയായിരുന്നു. പിന്നെ ഇത് ഞാൻ പിടിപ്പിച്ച ഒരു ചാർജറാണ് കേട്ടോ, എനിക്ക് ഫോൺ കുത്തിയിടാൻ വേണ്ടി. അതെനിക്കൊരു അത്യാവശ്യമുള്ള സാധനമായതുകൊണ്ട് ഞാൻ തന്നെ പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ചാർജറില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ ഊരിയിട്ടേക്കാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ അലേർട്ടും കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. വെറുതെ ബാറ്ററി ചാർജ് കളയണ്ടല്ലോ എന്നോർത്ത് ഞാനത് ഊരിയിട്ടേക്കാണ്. ഒരു തവണ ഈ വണ്ടിയുടെ വി ബെൽറ്റ് മാറി. പിന്നെ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സർവീസൊക്കെ പ്രോപ്പറായിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ പെയ്ഡ് സർവീസാണ്. പിന്നെ ഒരു AMC എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴും ഈ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ഫീല്, ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ റിഫൈൻമെൻറ്റും കാര്യങ്ങളും. പാനൽ ഗ്യാപ്സോ അലപ്പോ ബോഡിയുടെ അലപ്പോ സൗണ്ടോ ഒന്നുമില്ല. ആകപ്പാടെ ഇടയ്ക്ക് ചെറിയ ഒരു ഡ്രോബാക്ക് വരുന്നത്, ഞാൻ പല ഷോറൂമുകളാണ് സർവീസിന് കൊടുക്കുന്നത്. അത് മിക്ക വണ്ടി അങ്ങനെയാണ്. ഓരോ സർവീസ് കഴിയുമ്പോഴും ഓരോ പാർട്സിൽ എവിടെയെങ്കിലും ഒരു നെട്ടോ ബോൾട്ടോ കാണത്തില്ല. അതടുത്ത സർവീസ് ചെല്ലുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഇടിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണുവാണെങ്കിൽ നമ്മൾ തന്നെ എടുത്തിടും. അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയിലാണ് എനിക്കൊരു മടുപ്പുള്ളത്. പല ഫാസിനോയും ഞാൻ കണ്ടിട്ടുണ്ട് പെയിൻറ്റ് ഡള്ളാകുന്നു. ഇതിപ്പോൾ തിളക്കമൊക്കെ ഉണ്ട്, എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡള്ളടിച്ച പോലെ വരുന്നുണ്ട്. കാരണം ഈ ബോഡി പാനൽസിനൊന്നും വലിയ കട്ടിയൊന്നുമില്ല. പിന്നെ പെയിൻറ്റിനാണെങ്കിലും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. മീൻസ് വളരെ തൂവൽ സ്പർശം പോലെ പെയിൻറ്റിങ് ചെയ്ത പോലെയാണ്. നമ്മൾ ചുമ്മാ ഒന്ന് നഖം വെച്ച് വരച്ച സ്ക്രാച്ച് ആകുന്ന രീതിയിലാണ്. എന്നാലും കുഴപ്പമില്ല, വണ്ടി ഇതുവരയ്ക്കും ഞാൻ ഹാപ്പിയാണ്. കാരണം മൈലേജ് തരുന്ന, ഓടിക്കാൻ സുഖമുള്ള, എത്ര ഓടിച്ചാലും ഒരു മടുപ്പില്ലാത്തൊരു സ്കൂട്ടറാണ് നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഫാസിനോ 125. ഗോവയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഗോവയുടെ ഒരു ദേശീയ വാഹനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഗോവയിൽ എവിടെ നോക്കിയാലും ഫാസിനോ 125 മാത്രമേ കാണാവുള്ളൂ. ഞാൻ ഒരു തവണ ഗോവയ്ക്ക് പോകുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് വേറൊരു ബ്രാൻഡിൻ്റെ പരിപാടിക്ക് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുത്തിട്ടാണ്. ഫുള്ള് ഫാസിനോ, ഞാൻ റെൻ്റ് എടുത്ത് ഉപയോഗിച്ചതും സെയിം കളർ ഫാസിനോ തന്നെയാണ്. എവിടെ നോക്കിയാലും ഫാസിനോ. ഒരു കവലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 50 ഫാസിനോയിലും ഗോവയിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു പുതിയ അപ്ഡേറ്റ് വണ്ടി വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ മാറ്റം വരുന്നത് എല്ലാവരും കുറ്റം പറഞ്ഞ അതേ താറാവിൻ്റെ ചന്തി അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ വാഹനം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഈ നീണ്ടു നിൽക്കുന്ന ബാക്ക് സൈഡ് മാറ്റി കുറച്ചുകൂടെ എന്താ പറയുക, മെയിൽ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ബോയ്സിനെയും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് സൈഡും കൂടെ ഇത്തിരി മാറ്റി കുറച്ചുകൂടെ മസ്കുലാർ ലുക്കൊക്കെ കൊടുത്തിട്ടാണ് പുതിയ ഫാസിനോ ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ എടുക്കാനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ റിവ്യൂ വലിയ താമസമില്ല നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആ വണ്ടിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഫ്രണ്ടൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്. ബാക്കിലാണ് ആ ഒരു ഷേപ്പ് മാറ്റമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കുറ്റം പറഞ്ഞ ബാക്ക്. പക്ഷേ എനിക്ക് അതിൽ വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ നോക്കിയ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. എനിക്ക് സിറ്റിയിൽ 60+ മൈലേജ് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോൾ 55 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം മൈലേജ് ടെസ്റ്റൊക്കെ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 90 വരെ മൈലേജ് കിട്ടിയവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 70 കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഇക്കോ മുകളിലൊക്കെ ഓടിച്ചാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പവർ കൊടുത്തും ഇടയ്ക്ക് പയ്യെ അങ്ങനെ തോന്നുമ്പടി ഓടിക്കുന്നു. ഒരുപാട് പയ്യെ പോയാലും മൈലേജ് കിട്ടത്തില്ല, ഒരുപാട് സ്പീഡിൽ പോയാലും മൈലേജ് കിട്ടത്തില്ല. ഒരു എക്കോ മുകളിൽ ഓടിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് എനിക്ക് ഇത്ര നാളുകൊണ്ട് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ റൈഡിലും ഈ വണ്ടി എടുക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് പെട്രോൾ അടിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് 100-400 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ ടാങ്ക് നിറയും. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോകും. അതേസമയം ഞാനൊരു ബൈക്കിനാണ് പോകുന്നതെങ്കിൽ ഞാൻ എണ്ണ അടിച്ച് മുടിയേണ്ടി വരും. പിന്നെ ഓടിച്ചിട്ട് മടുപ്പില്ല. എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്കുണ്ട അനുഭവം. ഇതുവരെ വേറെ നെഗറ്റീവായിട്ടൊരു അനുഭവം എനിക്കിതിൽ പറയാനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാണ്. ഇനിയിപ്പോൾ മൈലേജ് ടെസ്റ്റ് കാണിച്ച് തരാനായിട്ട് എന്താ പറയുക, എണ്ണ പറ്റിച്ചിട്ടൊരു പരിപാടി ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായില്ല. കാരണം എപ്പോഴും ഇതിനകത്ത് എണ്ണയുണ്ട്, ഇനി മൈലേജ് ഉണ്ട്. അപ്പോൾ എണ്ണ പറ്റിക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കാണണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം എണ്ണ ഫുള്ള് പറ്റിച്ചിട്ട് 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ട് ഓടിച്ച് നിങ്ങളെ കാണിക്കാം. ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ ഈ ജോലിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി വരുന്നതുകൊണ്ടാണ് എനിക്കത് പറ്റാതെ പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്, യൂസർ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ നല്ല മൈലേജ് കിട്ടുന്ന
ഓടിക്കാനൊക്കെ സുഖമുള്ള ഒരു വണ്ടി, അത്യാവശ്യം കാണാനും ലുക്കുള്ള ഒരു വണ്ടി. വലിയ ഫീച്ചേഴ്സൊന്നും നിങ്ങൾ വിചാരിക്കില്ലേ, വലിയ പുതിയ വണ്ടിക്കൊക്കെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, TFT ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് LCD ആണ്. പിന്നെ അധികം വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിക്ക് ചാർജർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മൊബൈൽ ചാർജർ ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ മൈലേജാണ് മെയിൻ. പിന്നെ വലിയ വെയിറ്റും ഇല്ല, 99 കിലോ ഉള്ളൂ. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള സ്കൂട്ടറാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫസിനോ 125 ആകാനാണ് കേട്ടോ. അപ്പോൾ അധികം വലിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഞാൻ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് ഓടിച്ചും കൂടെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഓടിക്കുമ്പോൾ എൻ്റെ ഒരു ഫീലും കൂടെ ഞാൻ പറയാം, ഒരു വർഷം കഴിയുമ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ വാഗമണ്ണ് റോഡാണ്. അപ്പോൾ നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓയിലിൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്. ഓയിൽ മാറാറായിട്ടുണ്ട് വണ്ടിയുടെ കേട്ടോ, ഇതുവരെ മാറിയില്ല, ഒന്ന് മാറണം. ഈ ഒരു സർവീസ് മാത്രമേ ഞാൻ ഉഴപ്പിയുള്ളൂ കേട്ടോ. അതിന് മുന്നേ വരെ പക്ക സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആ പുത്തൻ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഓടിക്കാനുണ്ടായിരുന്ന ഫീല്, ആ ഒരു സ്മൂത്ത്നെസ് അതിപ്പോഴും കിട്ടുന്നുണ്ട്. കാരണം പ്രോപ്പർ സർവീസും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്കിങ്, ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോൾ ഇത്തിരി കുറവാണ്, എന്നാലും ബ്രേക്കിംഗ് ഉണ്ട്. കാരണം ഇതിൻ്റെ കമ്പനി ബ്രേക്ക് പാഡിൻ്റെ അത്രയും ബൈറ്റ് ഈ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കുന്നതിന് കിട്ടുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. ഞാൻ വേറെ കമ്പനിയെ ട്രൈ ചെയ്തില്ല. ഞാൻ ചേട്ടാ ഒരു ഫസിനോ 125ൻ്റെ ബ്രേക്ക് പാഡ് തരാമോ എന്ന് ചോദിച്ച് ഒരു കടയിൽ പോയി വാങ്ങിച്ചിട്ടാ കേട്ടോ. അപ്പോൾ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടാൽ കുറച്ചുകൂടെ ബൈറ്റ് കിട്ടുമായിരിക്കും. ഞാനതൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ബ്രേക്ക് ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റോട്ടർ തേഞ്ഞ് തീർന്നു പോകുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ മാറിയിട്ടെന്നേ ഉള്ളൂ. ഇനി അടുത്ത തവണ ഇടുമ്പോഴും കമ്പനിയുടെ വാങ്ങിയിടാമെന്ന് ഓർത്തുണ്ടാകും. എൻ്റെ ഏറ്റവും കൂടുതൽ തേയ്മാനമുള്ളത് ബ്രേക്ക് പാഡിനാണ് കേട്ടോ. ഞാൻ വണ്ടി എടുത്തപ്പോൾ ആണെങ്കിലും ഫസ്റ്റ് സർവീസിന് മുന്നേ തന്നെ എൻ്റെ ബ്രേക്ക് പാഡ് തീർന്നായിരുന്നു. അതിനുശേഷം പിന്നെ സെക്കൻഡ് സർവീസ് വരെയൊക്കെ അടുത്ത ബ്രേക്ക് പാഡൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബ്രേക്കിംഗ് കൂടുതലുള്ളതുകൊണ്ടാണോ അതോ ഇനി തേഞ്ഞ് തീർന്ന ബ്രേക്ക് പാഡാണോ എനിക്ക് കിട്ടിയെന്ന് അറിയത്തില്ല. അതിൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് ഒരു നെഗറ്റീവ് അടിച്ചുള്ളൂ, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതർവൈസ് എല്ലാം കൊണ്ടും വണ്ടി ഓക്കെയാണ്. and ഈ ഒരു ഇരിപ്പ് കണ്ടോ ഇങ്ങനെ ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാല് വെക്കാനുള്ള ഒരു സൈഡ് അതൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ഫ്ലോർ ബോർഡിൻ്റെ ഒരു സ്പേസ് കുറവുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലും ചവിട്ടിയിരിക്കണം എനിക്ക് അത് മാത്രം ഈ റൈഡ് സമയങ്ങളിൽ ഫ്രണ്ട് ബാഗ് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്തു പക്ഷേ ബാഗ് അവിടെ ഇരിക്കും എൻ്റെ കാലിങ്ങനെ ഇച്ചിരി ചേർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഇരിപ്പ് ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ടിരിക്കാം നടുവ് വളയ്ക്കേണ്ട കൈ വളയ്ക്കേണ്ട ഓടിക്കാനാണെങ്കിലും നല്ല സുഖം അത്യാവശ്യം കണ്ടോ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ഒരു ബൈക്കിലൊക്കെ പിടിക്കുന്ന പോലത്തെ ഫീലുണ്ട് അതുകൊണ്ട് മടുപ്പില്ല പിന്നെ കയറ്റമൊക്കെ കയറുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴേ വലിച്ചങ്ങ് കയറത്തില്ല പയ്യെ ഇവൻ കയറിക്കോളും പിന്നെ മൈലേജ് തന്നോളും അപ്പോൾ ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കേട്ടോ മൈലേജ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ ഓട്ടോമാറ്റിക് സ്കൂട്ടർ ഗിയർ മാറാതെ ഓടിക്കുന്ന ഒരു സ്കൂട്ടർ വേണം മൈലേജ് ആണ് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല യാത്രാ സുഖം കിട്ടും വലിയ വെയിറ്റും ഇല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടി എനിക്കധികം മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു പണികളൊന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ചീപ്പായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത് മീൻസ് മെയിൻ്റനൻസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ കൊണ്ടുവരുന്ന മേക്കുന്ന കാര്യം ഓർത്ത് നടക്കുമ്പോഴാണെങ്കിലും കാരണം വെച്ചാൽ അധികം പെട്രോൾ അടിക്കണ്ടല്ലോ അപ്പോൾ അധികം കാശ് ചിലവില്ലല്ലോ പിന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ് വണ്ടി കാണാനും അത്യാവശ്യം ലുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇനി വരുന്ന പുതിയ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് പെണ്ണുങ്ങളുടെ വണ്ടിയാണെന്നുള്ളൊരു പറച്ചിൽ മാറും ബാക്ക് ഷേപ്പ് മാറിയുകൊണ്ട് ഇനി ബോയ്സിനും കൊണ്ടു നടക്കാം അപ്പോൾ വണ്ടി കുറച്ചുകൂടെ ഫ്രീക്കായല്ലോ അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ഒരുപാട് സ്നേഹം മാത്രം ഞാനങ്ങനെ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല പിന്നെ ഇതുണ്ടോ ഇതൊരു നല്ലൊരു കയറ്റമാണ് ഇതുണ്ട് ഇതിങ്ങനെ കയറും ഇപ്പം പയ്യെ കയറിക്കോളും പക്ഷേ ഇങ്ങനെ പതുക്കെ കയറത്തോളം എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഇപ്പോൾ ഒരു വളവൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ പയ്യെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും എന്തേ ഇവനിങ്ങനെ കയറിപ്പോക്കോളും ഉണ്ടോ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം അപ്പോൾ ഞാനിവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് സ്നേഹം മാത്രം ഇപ്പോൾ തരുന്ന സ്നേഹം സപ്പോർട്ടൊക്കെ വീണ്ടും തരിക കേട്ടോ അതേ ഒരു ഫാസിനായിരിക്കുന്നു ആഹാ നമ്മുടെ ആൾ തന്നെ അപ്പോൾ ടാറ്റ ബൈ ബൈ